മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് പോകുന്നു. KM മാണി സാർ അമേരിക്കയിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അസുഖം വന്നാൽ മുഖ്യമന്ത്രിക്ക് പോയി ചികിത്സിക്കാം, അതുപോലെ കൊടിയേരി സഖാവിന് ചോദിക്കാം, മാണി സാറിന് പോയി ചികിത്സിച്ചാണ്. ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ ഈ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും അസുഖം ഇതുപോലത്തെ മുഖ്യമന്ത്രിക്ക് വന്നിരിക്കുന്ന എന്താ അസുഖം എനിക്കറിയില്ല, വന്നാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അങ്ങയുടെ ചോദ്യത്തിന്റെ രക്തചുരുക്കം ഞാൻ മനസ്സിലാക്കുന്നത് ആദരണീയനായ ഉമ്മൻചാണ്ടിയും KM മാണിയും പിണറായി വിജയനും ഒക്കെ വിദേശത്ത് പോയി ചികിത്സിച്ച ആശുപത്രിയുടെ സൗകര്യം എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്നില്ല? അതായിരിക്കുമല്ലോ നിർബന്ധമായും ഇപ്പോഴത്തെ ഇന്ത്യൻ അവസ്ഥയിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്നു യൂണിയൻ ഗവൺമെന്റ് 6 മാസക്കാലം മുമ്പ് കേരളത്തിലെ ആരോഗ്യരംഗത്തിന് ഒരു പുരസ്കാരം കൊടുത്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പ്രതിവർഷം 1373 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നിലവാരത്തിൽ ഉറപ്പാക്കുന്ന ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം നമ്മുടേതാണ്. അങ്ങയുടെ ചോദ്യത്തിന് ഉപോത്ബലകമായ ഒരു കണക്ക് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. WHO ഒരു അല്പ ദിവസങ്ങൾക്ക് ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചു, അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാവും. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, മലയാളത്തിൽ ശിശുമരണ നിരക്കിന്റെ കുറവ്. അങ്ങ് ശ്രദ്ധിച്ചോ കേരളം എവിടെ നിൽക്കുന്നതെന്ന്? കേരളത്തിന്റെ ശതമാനം എത്രയാണ് അങ്ങേക്ക് അറിയുമോ? ശ്രദ്ധിച്ചിരുന്നോ? എത്രയാണ്? 5.0. US എവിടെയാണ് ഈ ഉമ്മൻചാണ്ടിയും പിണറായിയും കോടിയേരിയും ഒക്കെ ചികിത്സിക്കാൻ പോയിട്ടുള്ള ജർമ്മനി, അമേരിക്ക, ഇതിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എവിടെയാണ്? അങ്ങോട്ട് അവര് പോകുന്നത് അതല്ല. അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. പാലായിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ സ്ത്രീയുടെ വയറ്റിലുള്ള ഭ്രൂണം കുഞ്ഞായി ജീവിക്കണമെങ്കിൽ, കേട്ടല്ലോ, ഫോഴ്സ്ഫുൾ അബോർഷൻ അല്ല, തെറ്റിദ്ധരിക്കില്ല, ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ കുഞ്ഞായി ജീവിക്കണമെങ്കിൽ, പാലായിലുള്ള സ്ത്രീയുടെ വയറ്റിലുള്ള ഭ്രൂണം കുഞ്ഞായി ജീവിക്കണമെങ്കിൽ അമേരിക്കയേക്കാൾ സുരക്ഷിതത്വം പാലായിലാണ്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ രക്തചുരുക്കം. രണ്ടാമത്, ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും K സുധാകരനും ഒക്കെ പോയി ചികിത്സിച്ച സൗകര്യം ചില കാര്യങ്ങൾ ഇപ്പൊ കേരളം നേടിയെടുത്തിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളും നേടിയെടുക്കണമെന്ന അങ്ങയുടെ അഭിപ്രായം 100% സ്വീകാര്യമാണ്. അതിലേക്ക് കേരളം പോകേണ്ടതുമുണ്ട്. ഇത് ഭ്രൂണമല്ല ഇവിടെ വിഷയം. ഞാനൊരു പിണറായി വിജയന്റെ ഭ്രൂണമല്ല ഇവിടെ പാർട്ടി ഉദ്ദേശിച്ചില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ആദ്യം മനസ്സിലാക്കണം. അങ്ങ് പറഞ്ഞത് എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത് എന്ന കണക്കിനാണ്. അമേരിക്ക കേരളത്തെക്കാൾ പിന്നിലാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയും അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ അവിടെ ചികിത്സയ്ക്ക് പോവുകയും ചെയ്യണം. പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടി സാർ, KM മാണി സാർ, അദ്ദേഹം KM മാണി എന്നാണ് പറഞ്ഞത്, ഞങ്ങൾ അന്നും ഇന്നും KM മാണി സാർ എന്നാണ് വിളിക്കുന്നത്. KM മാണി സാർ, ഉമ്മൻചാണ്ടി സാർ, K സുധാകരൻ അടക്കമുള്ളവർ അമേരിക്കയിൽ പോയി. ഇവരാരും അമേരിക്ക ബൂർഷയാണെന്നും അമേരിക്ക നശിച്ചു പോകണമെന്നും അതിനെതിരെ സമരവും ചെയ്തിട്ട് ലാസ്റ്റ് അമേരിക്കക്കാൾ സൂപ്പർ കേരളമാണ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിന്ന് ഫോം വിളിച്ചു എന്ന് പറഞ്ഞ് PR വർക്ക് ചെയ്തിട്ടല്ല അവിടെ പോയത് എന്നൊരു വ്യത്യാസം കൂടിയുണ്ട്. അദ്ദേഹം മനസ്സിലാക്കാം. പിണറായി വിജയൻ അധികാരം കൊടുത്തത് ഇവിടുത്തെ റബ്ബർ കർഷകരുടെ വോട്ടാ. ആ റബ്ബർ കർഷകർക്ക് 250 ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും അതിനെക്കുറിച്ച് പോലും മിണ്ടുന്നില്ല. കാരണം എന്തറിയോ, പറഞ്ഞിട്ട് തന്നെ കാര്യം ഇരിക്കുന്നു. 500 രൂപ ഈ സാധനത്തിന് ഇപ്പൊ കിട്ടണം. കേരളത്തിന്റെയും പ്രത്യേകിച്ച് കോട്ടയത്തിന്റെയും റബ്ബർ വ്യവസായത്തെ അഭിമാനകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന സിയാൽ മോഡൽ റബ്ബർ പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു വരികയാണ്. ആദരണീയനായ കേരളത്തിന്റെ മുൻ IAS ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ഷീല തോമസിനാണ് അതിന്റെ ചുമതല. റബ്ബറിൽ അങ്ങ് സൂചിപ്പിച്ച താങ്ങുവില അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പങ്കുവെച്ചു. ആ പ്രതീക്ഷയോട് നീതി പുലർത്തണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം.